എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലാസ് ലീഡർ ക്ലാസ് ടെസ്റ്റിന്റെ ആൻസർ കീ പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. പെട്ടെന്നാണ് ഒരുത്തൻ ദേഷ്യം പിടിച്ച് ബെഞ്ചിലോട്ട് ആഞ്ഞടിക്കുന്നത്. അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും നിശബ്ദമാകും. അവൻ പതിയെ എഴുന്നേറ്റ് നിന്ന് ബാക്കിലോട്ട് ഒരാളെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. കൂടെ എടുത്തു നിൽക്കുന്ന ഒരു ബുക്കും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കാതെ നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊറിയൻ സീരീസുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് മരണമാസമായിട്ടുള്ള ഒരു സീരീസാണ്. ഈ സീരീസിലെ ഈ ഫസ്റ്റ് എപ്പിസോഡ് കാണുന്നതിലൂടെ നിങ്ങൾ ഈ സീരീസിന്റെ കട്ട ഫാനായി മാറും. സോ അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് എടുക്കാം. 16 ദിവസങ്ങൾക്ക് മുൻപ് ഇവന്റെ പേരാണ് യോൻ. ഇവനെ കുറിച്ച് പറയുകയാണ്, ഇവൻ ഏത് സമയവും പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇന്റർവെല്ലിന്റെ സമയത്ത്, ഫുഡ് കഴിക്കുന്ന സമയത്ത്, വീട്ടിൽ പോയാല്, സ്കൂളിൽ നേരത്തെ വന്നാല്, അങ്ങനെ ഏത് സമയം ഫുൾ പഠിത്തം മാത്രം. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എന്ന് പറയാനായി ആരുമില്ല. അങ്ങനെ സാധാരണ പോലെ തന്നെ ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ് ടീച്ചർ ഫസ്റ്റ് തന്നെ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഗണിത മത്സരത്തെ കുറിച്ച്. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ യോങ്ങിനാണ്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ജിയോങ്ങിനാണ്. അങ്ങനെ ടീച്ചർ യോങ്ങിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ജിയോങ്ങിനും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ യോങ്ങിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് കൈയടിക്കാത്ത എല്ലാവരും യോങ്ങിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് കൈയടിക്കുന്നു. അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞ് ഇന്റർവെൽ ആയ സമയത്ത് ജിയോങ്ങും ടീമും ബാക്കിൽ ഒരുത്തൻ റാഗ് ചെയ്യുകയാണ്. അങ്ങനെ അവനെ കുറെ പേടിപ്പിച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുകയാണ്. ഈ സമയം യോങ് ആവട്ടെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ജിയോങ്ങിനാണെങ്കിൽ ഒടുക്കത്ത അസൂയ. ഓൺ ദ സ്പോട്ടിൽ എടുത്തു നിൽക്കുന്ന ഒരുത്തന്റെ ചെരുപ്പെടുത്ത് അവന്റെ മേത്തേക്ക് വരികയാണ്. പഠിപ്പിച്ചാറേ, അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പൊ നമ്മുടെ യോങ് കൂളായി ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചു. ഇത് കേട്ട് ജിയോങ്ങിനെ ഒട്ടും പിടിച്ചില്ല. ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവന്റെ കൂടെ മലപ്പൂർവ്വം അലമ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നോട് പറഞ്ഞില്ല അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന്, പിന്നെ ഇതിനെ നീ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. ആ അബദ്ധം ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ഈ ക്ലാസ്സിൽ നീ വെറും ശല്യമാണ്. ഇതിനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? നീ വെറും ബോറാണ്, വെറുതെ സമയം കളയാതെ രണ്ടക്ഷരം പഠിക്കാന്നു. അപ്പോഴാണ് കുറച്ച് ബേസ്ബോൾ ടീം ക്ലാസ്സിലോട്ട് കയറി. ആരുടെ ഈ സൂഹോ? ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവന്റെ പേരാണ് സൂഹോ. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരീസിലെ ഇത്ര ഓറുള്ള ആള് വേറെ. ഇവനാണ് ശരിക്കുള്ള ഓറ പാർട്ണർ. ഇവൻ മാക്സിമം ഫൈറ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ ഇവന്റെ അതിര് കഴിഞ്ഞ അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു. യോങ്ങിന്റെ മാർക്കർ സൂഹോ അറിയാതെ തട്ടി നിലത്തോട്ട് പോകുന്നുണ്ട്. അത് അപ്പോൾ തന്നെ അവൻ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനോട് ബൈ പറഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ അന്ന് രാത്രി അവന്റെ അച്ഛക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം ടീച്ചർ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ യോങ് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ അവൻ പഠിക്കാതിരിക്കുകയാണ്. ഇപ്രാവശ്യം ഓൺലൈൻ ക്ലാസ് ആണ് കേൾക്കുന്നത്. ഈ സമയം അവന്റെ റൂമിലോട്ട് അവന്റെ അച്ഛൻ കയറി വരികയാണ്. അവന്റെ അച്ഛൻ ഇനി 3 ആഴ്ചത്തേക്ക് വീട്ടിലുണ്ടാവില്ല എന്ന്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു പോകുന്നു. ഈ സമയമാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ അമ്മയുടെ ക്ലാസ്സാണ്. വിച്ച് മീൻസ് സ്കൂളിലെ ടീച്ചർ ഇവന്റെ അമ്മയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കാര്യം പറയുന്നുണ്ട്. അവന്റെ അമ്മ ആഗ്രഹിക്കുന്ന പോലെയാണ് ഇവൻ പഠിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു സീനിലൂടെ മനസ്സിലാക്കാം. പിറ്റേ ദിവസം യോൻ എല്ലാ ദിവസവും പോലെ തന്നെ ക്ലാസ്സിൽ നേരത്തെ എത്തുന്നു. ഇപ്രാവശ്യം ക്ലാസ്സിൽ കയറി നോക്കുമ്പോൾ സൂഹ അവിടെ പേര് ഉറക്കാണ്. കുളി തന്നെ എല്ലാം ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ ക്ലാസ് നടക്കുന്നു. ഇന്റർവെല്ലിന്റെ സമയത്ത് യോൻ ബാഗിൽ കൈയിട്ട് നോക്കിയപ്പോൾ അവന്റെ എന്തോ ഒരു സാധനം കാണാണ്ട് പോയി. അവൻ കപ്പളെ മനസ്സിലായത് ജിയോങ്ങിന്റെ പണിയാണ്. അങ്ങനെ അവൻ പിന്നെയും വാണിംഗ് കൊടുക്കുന്നു. ഇത് കേട്ട് അവർക്ക് ചിരിയാണ്. അങ്ങനെ അവരുടെ ഈ പീരീഡ് എന്ന് വെച്ചാൽ ഫിസിക്കൽ പീരീഡ് ആണ്. അതായത് ഗ്രൗണ്ട് ഫുള്ള് ഓടി. നമ്മുടെ സൂഹ ആവട്ടെ എല്ലാരും എത്രയും മുമ്പ് തന്നെ സ്പീഡിൽ തന്നെ ഫസ്റ്റ് എത്തുന്നു. എനിക്ക് ഈ ബോൾട്ടിനെ റെക്കോർഡ് പൊട്ടിക്കണം. ആരാണ് ഈ ബോൾട്ട്? ഈ മറ്റേ ഉസൈൻ ബോൾട്ട് ഇല്ലേ, ആ ഉസൈൻ ബോൾട്ടിനെ റെക്കോർഡ് എനിക്ക് പൊട്ടി. ഈ സമയം സൂഹ അവിടെ റെസ്റ്റ് എടുത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മളെ ഈ യോനാവട്ടെ പതുക്കെറ്റും ബാക്കിലാണ് ഓടി വരുന്നത്. അതായത് അവനക്ക് ഓടാൻ കഴിയുന്നില്ല. ഈ സമയമാണ് ജിയോങ്ങും ടീമും യോങ്ങിനെ നല്ല രീതിക്ക് തന്നെ കളിയാക്കുന്നുണ്ട്. ഇത് കേട്ട് സൂഹോ കളിയാക്കുന്ന മേത്തേക്ക് ഷൂ എടുത്തറിയുകയാണ്. ആ ഷൂ എടുത്തിട്ട് വേണം. അവനെ എല്ലാവർക്കും പേടിയായത് കൊണ്ട് തന്നെ ഷൂ എടുത്താൻ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓടിക്കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് അവനവിടെ എത്തുന്നത്. ഈ സമയം സാറ് പറയുന്നുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലാണ് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും പോയി നഴ്സിനെ കൊണ്ടുവന്ന് ഇല്ല സാർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഇന്റർവെല്ലിന്റെ സമയത്ത് അവനറിയാതെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് യോൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുത്തൻ അവന്റെ കഴുത്തേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ജിയോനായിട്ട് ഒടുക്കത്തെ ഡയലോഗ്. ആ സമയം അവിടേക്ക് സാറ് കയറി വരികയാണ്. യോനോട് കാര്യം ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ കഴുത്തേക്ക് പിടിച്ച
കാര്യം പറയുന്നില്ല. അങ്ങനെ അന്ന് രാത്രി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ഡോർ തുറക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. അപ്പയാണ് അപ്പുറം നിൽക്കുന്ന ആള് പറയുന്നത് ഡെലിവറി ബോയ് ആണ്. അപ്പൊ യോൻ ചോദിക്കുന്നു അതിന് ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അപ്പുറം നിൽക്കുന്ന ആള് പറയുന്നുണ്ട് ബട്ട് ഇതിലെ ഫ്ലാറ്റ് അഡ്രസ് ഇവിടെയാണെന്ന് പറയുന്നുണ്ട്. യോൻ പോയി വായിൽ ഓർക്കുമ്പോഴാണ് അത് നമ്മുടെ സൂഹോ ആണ്. ഫ്ലാറ്റ് നമ്പർ 102 കാണിക്കുന്നത്. അപ്പൊ യോൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇത് 102 കാണിക്കുന്നത്, ഇത് 101 ഫ്ലാറ്റ് ആണ് എന്ന്. ഓ പുല്ല്, ഇനിയിപ്പോ അടുത്ത ഫ്ലാറ്റ് കാരണം. എന്നിട്ട് യോനോട് ചോദിക്കുന്നു കുറച്ച് വെള്ളം തരുമെന്ന്. എന്താണ് മറ്റേ നമ്മൾ ഒരു ക്ലാസ് പഠിക്കുന്നല്ലോ, ഒരു ഗ്ലാസ് വെള്ളമല്ലേ ചോദിക്കും. അങ്ങനെ യോന് വെള്ളം എടുത്തു വന്നിട്ട് അവനക്ക് കൊടുക്കുന്നു. അങ്ങനെ സൂഹോ പിന്നെ കാണാൻ പഠിപ്പിയെന്ന് ഇറങ്ങി പോകും. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിലായിട്ട് ഒരു പുതിയ ചെക്കൻ വന്നിട്ടുണ്ട്. അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവന്റെ പേരാണ് സിയോക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്റർവെൽ ആയ സമയത്ത് ജിയോങ് ടീം വന്നിട്ട് അവനെ പരിചയപ്പെടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ യോൻ വരുന്നത്. യോണിന്റെ ബെഞ്ചിലാണല്ലോ ജിയോങ് വന്നിരിക്കുന്നത്. അങ്ങനെ യോന് മാറാൻ പറയുന്നു. യോങ് അപ്പം പറയുന്നത് മാറിയിട്ടില്ല നീ എന്ത് കാട്ടുമെന്ന്. അപ്പൊ യോൻ പിന്നെയും മാറാൻ പറഞ്ഞിട്ട് കീശിൽ നിന്ന് പേന എടുക്കുന്നു. ഈ സമയത്താണ് ബാക്കിൽ നിന്ന് സൂഹോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. ഉറങ്ങാൻ സമയക്കൂലേ, ഞാനിട്ട് ഇറങ്ങി വരണം. ഇത് കേട്ട് ജിയോങ്ങും ടീം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം പുതിയതായി വന്ന സിയോ യോന്റെ കഴുത്തിലുള്ള ചുവന്ന പാട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ജിയോങ്ങും ടീം വെള്ളമൊക്കെ അടിച്ച് ചില്ലായിരിക്കുകയാണ്. ആ സമയത്താണ് ഒരുത്തൻ പറയുന്നത് യോനെ ഇപ്പൊ വന്നെന്ന് കഴപ്പ് കുടിക്കുന്നു, ഇന്നിപ്പോ പേനെടുത്ത് കുത്താൻ വന്നു, അവന്റെ കഴപ്പിന് എന്തെങ്കിലും കാട്ടണം, ഒടുക്കത്തെ കഴപ്പാണ്. ആ സമയത്താണ് ജിയോൻ പറയുന്നത് അവന്റെ കഴപ്പൊക്കെ നമുക്ക് തീർക്കായിരുന്നു. ഈ സമയത്താണ് വേറൊരുത്തനെ കുറച്ച് സ്റ്റഫ് ആയിട്ട് യോൻ എന്നിട്ട് പുറത്തു പോയിട്ട് അവനോട് സംസാരിക്കുക. എന്നിട്ട് യോന്റെ കാര്യമൊക്കെ പറയാണ്, അതായത് വരുന്ന സമയത്ത് വന്നെന്ന് വരട്ടി വിടണം എന്ന്. ഈ സമയം യോനാണെങ്കിൽ അവിടെ ട്യൂഷൻ ക്ലാസ്സിലാണ്. അങ്ങനെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അവന്റെ ഫ്രണ്ടില് ആ മറ്റേ സ്റ്റഫ് കൊണ്ടേ കൊടുത്തില്ലേ, അവൻ കുറച്ച് ടീമായിട്ട് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് യോന്റെ കയ്യിൽ കുറച്ച് സ്റ്റഫ് കൊടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നു. അവനാവട്ടെ വഴി നിന്ന് മാറാൻ വേണ്ടി പറയുന്നു. ബട്ട് ആ ടീമാണെങ്കിൽ ഇവന്റെ അടുത്ത് ഒരേ മൊടയാണ്. ഈ സമയത്ത് യോന് കീശയിൽ നിന്ന് പേന എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ സ്റ്റഫ് കൊടുക്കുന്ന ആ മെയിൻ ആള് വന്നിട്ട് മാറി കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ യോൻ സാധാരണ പോലെ തന്നെ പെരയിലോട്ട് പോകും. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ എക്സാം നടക്കുന്ന സമയത്ത് സിയോക്കിനെ ജിയോങ് വിളിച്ച് കൊണ്ടുപോകുന്നു. എന്നിട്ട് ജിയോങ് കുറച്ച് ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് കാര്യം പറയുന്നു. അതായത് അവനൊരു കൂടിയ ഇനം ചിപ്പ് തരും. ആ സാധനം കൊണ്ട് പോയിട്ട് യോങ്ങിന്റെ കഴുത്തിൽ കൊണ്ടുപോയി വെക്കണം, ഇല്ലെങ്കിൽ നിന്നെ പല രീതിയിൽ റീലിട്ട് നാറ്റുക എന്ന് പറയുന്നു. അങ്ങനെ സിയോക്ക് വേറെ വഴിയില്ലാണ്ട് ആ സാധനം വാങ്ങുന്നു. അങ്ങനെ സിയോക്ക് നൈസായിട്ട് അവന്റെ കഴുത്തിൽ കൊണ്ടുപോയി അടി കൊടുക്കുന്നു. ആ സമയത്താണ് ആ ചിപ്പ് കഴുത്തിലോട്ട് വെക്കുന്നത്. അങ്ങനെ യോന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പറയുന്നത് സോറി നിന്റെ കഴുത്തിലൊരു കൊതുകുണ്ടായിരുന്നു അതിനെ അടിച്ചതാണെന്ന് പറയുന്നു. അങ്ങനെ യോന് അത് വലിയ കാര്യം ആക്കിയില്ല. പിന്നെ അവന് ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് തല ജസ്റ്റ് കറങ്ങുന്ന പോലെ തോന്നുന്നു. പിന്നെ അവൻ ക്ലാസ് ആരും പറയാണ്ട് ഇറങ്ങി പോയിട്ട് നേരെ ബാത്റൂമിലോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ അവനക്ക് മൊത്തത്തിൽ കറങ്ങുന്ന പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് അവൻ തിരിച്ച് ബോധത്തിലോട്ട് വരുന്നു. അവൻ ഈ കണ്ടതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാലൂസിനേറ്റ് ചെയ്തതാണ്. അവൻ അപ്പോൾ തന്നെ കഴുത്തിൽ നിന്ന് ആ ഒരു ചിപ്പ് എടുക്കുന്നു. അവന് മനസ്സിലായി ബാക്കിൽ നിന്ന് സിയോക്ക് വെച്ചതാണ് എന്ന്. പിന്നെണ്ടാവൻ പെട്ടെന്ന് അത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ ഒരു മഴക്കൊന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മുഖത്തേക്ക് അടിച്ചത്. പിന്നെയും ആ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പറയുന്ന സമയത്ത് അവൻ എഴുതിയ ആൻസർ ഒക്കെ ശരി തന്നെയായിരുന്നു. ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യന് തെറ്റിപ്പോയി. അതിന് കാരണം ആ കഴുത്തിൽ വെച്ച് ചിപ്പാണെന്ന് അവന് മനസ്സിലായി. അവൻ നേരെ സിയോക്കിനെ നോക്കുന്നു. സിയോക്കാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ അവനക്ക് കാര്യം മനസ്സിലായി ഇതൊക്കെ ജിയോങ്ങിന്റെ പണിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ നേരെ എഴുന്നേറ്റ് ജിയോനെ ലക്ഷ്യമാക്കി പോകുന്നു. എടുത്തു കിട്ടിയ ബുക്ക് എടുത്ത് മുഖത്തേക്ക് ഒരറ്റടി, കയ്യിലെ പെന്ന് ഉപയോഗിച്ച് എടുത്തു നിൽക്കുന്ന ജിയോങ്ങിന്റെ ഫ്രണ്ടിന്റെ കയ്യിലേക്ക് തന്നെ കുത്തി ഇറക്കുന്നു. ജിയോനിനെ എടുത്തുള്ള കർട്ടനിൽ മുഖം ഫുള്ള് ചുറ്റി ബുക്ക് എടുത്ത് അവന്റെ മൂക്കാവട്ടെ കുത്തി കുത്തി പാലം പൊളിക്കുന്നു. എന്നിട്ട് നിലത്തേക്കിട്ട് ഒരു മാസ് ഡയലോഗാണ് അടിക്കുന്നുണ്ട്. ഇതിനോട് ഞാൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് വേണ്ട വേണ്ട വേണ്ട, നീ എന്റെ അതിര് കടന്നു, അതുകൊണ്ടാണ് എനിക്ക് അടിക്കേണ്ടി വന്നു പറഞ്ഞിട്ട് അവൻ നേരെ മുഖത്തേക്ക് ചവിട്ടാൻ നിൽക്കുന്ന സമയത്താണ് സൂഹോ വന്നിട്ട് തള്ളി മാറ്റുന്നത്. നീ നിന്റെ പരിധി കടന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ യോനാവട്ടെ എടുത്ത് നിൽക്കുന്ന ബെഞ്ച് എടുത്തിട്ട് സൂഹോനെ അടിക്കാനായി പോകുന്നു. അങ്ങനെയാണ് ഈ മരണമാസം എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് 2 കാത്തിരിക്കുക, അത് ഇതുക്കും വേറെ ലെവൽ മരണമാസ് എപ്പിസോഡാണ്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ നുസോയി സൈനിങ് ഔട്ട്.